നമസ്കാരം. ഇത് പ്രശസ്ത ആയുർവേദ വൈദ്യനായിരുന്ന ചിറ്റാറ്റുങ്കര കൃഷ്ണപിള്ള വൈദ്യർ എഴുതിയ ഒരു പുസ്തകമാണ്. ചെറിയ പുസ്തകം. നിങ്ങളിലേക്ക് മടങ്ങുക, ആയുർവേദത്തെ അറിയുക. 1999 ഓഗസ്റ്റ് മാസത്തിൽ കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമാണിത്. ഇത് ആയുർവേദത്തെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ആയുർവേദ ചികിത്സയുടെ ആയുർവേദ വിധിപ്രകാരമുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതേക്കുറിച്ചാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. വ്യക്തിപരമായി അദ്ദേഹം 90കളുടെ ഒരു പകുതി മുതൽ വ്യക്തിപരമായി അദ്ദേഹവുമായി എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. ആയുർവേദ ചികിത്സയിലൂടെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളുമായി എത്തിയവരെ ചികിത്സിച്ച് ഭേദമാക്കിയ വൈദ്യന്മാരിൽ ഒരാളാണ് ചിറ്റാറ്റുങ്കര കൃഷ്ണപിള്ള വൈദ്യർ. അദ്ദേഹം നമ്മുടെ ആയുർവേദ പാരമ്പര്യത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് നടത്തിയ ചികിത്സ പലപ്പോഴും മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്തതായിരുന്നു. പലപ്പോഴും ഈ വ്യക്തിപരമായി ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും അച്ചടി മാധ്യമങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഞാൻ ഔദ്യോഗികമായി കാണാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന നിരവധി പല രോഗങ്ങളുമായി എത്തുന്നവർ, അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവരെയൊക്കെ ചികിത്സിക്കുന്നത് കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ചില ആയുർവേദ വിധിപ്രകാരമുള്ള ചില ചികിത്സകൾ അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്തിട്ടുമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ പലരെയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം അലോപ്പതി ചികിത്സയെ തള്ളിപ്പറയുന്നതിനപ്പുറം, അല്ലെങ്കിൽ അലോപ്പതി ചികിത്സയിലെ നന്മകൾ കണ്ടുകൊണ്ട് തന്നെ ആയുർവേദത്തെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തുക എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാരെക്കുറിച്ച് നമുക്കറിയാം. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ മുന്നിലെത്തുന്ന രോഗികൾക്ക് ആ രോഗശാന്തി ഉണ്ടാകുന്നത് വരെ അവരോട് വളരെ വ്യക്തിപരമായി ബന്ധം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു ചിറ്റാറ്റുങ്കര കൃഷ്ണപിള്ള വൈദ്യർ. കേരളത്തിലെ പ്രശസ്തരായ പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്കെത്തുകയും അവരുടെ ദീർഘനാളായി പലതരത്തിലുള്ള ചികിത്സകളിലൂടെ ഭേദമാകാതിരുന്ന, അല്ലെങ്കിൽ സുഖം പ്രാപിക്കാതിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചികിത്സിച്ച് ഭേദപ്പെടുത്തിയതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് മദ്യപാനം വളരെ കൂടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സുഹൃത്തുമായി ഞാൻ പോയി. അദ്ദേഹം ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ അദ്ദേഹത്തിൻ്റെ നാഡി പിടിച്ചു നോക്കി, അദ്ദേഹത്തിൻ്റെ കണ്ണ് പരിശോധിച്ചു, അദ്ദേഹത്തിൻ്റെ കാൽവെള്ള പരിശോധിച്ചു. വളരെ വിശദമായി അദ്ദേഹം ഞാൻ കൊണ്ടുപോയ സുഹൃത്തിനെ പരിശോധിച്ച ശേഷം ചില ചികിത്സാവിധികൾ അദ്ദേഹം പറയുകയുണ്ടായി. ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം വളരെ അസ്വസ്ഥനാകുന്നത് പോലെ എനിക്ക് തോന്നി. സുഹൃത്തിനെ മടക്കി അയച്ച ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനൂപ് കൊണ്ടുവന്ന ഈ സുഹൃത്ത് ഇനിയും മദ്യത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകും എന്ന് പറയുകയുണ്ടായി. എനിക്ക് ആ സുഹൃത്തിനോട് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്നോട് വൈദ്യർ പറഞ്ഞത് അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്തണം. വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് മറ്റ് ടെസ്റ്റുകളൊന്നും നടത്താതെ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതിന് ചില മരുന്നുകളും അദ്ദേഹം കൊടുത്തു. ഏതാണ്ട് ഒരു മാസം ആ മരുന്ന് കഴിക്കുക. ആ മരുന്ന് കഴിച്ചതിന് ശേഷം അദ്ദേഹത്തെ കാണുമ്പോൾ ആ സമയത്ത് ആ ഒരു മാസം മദ്യം കഴിക്കാൻ പാടില്ല. പകരം തുടർന്നുള്ള 3 മാസത്തെ ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ചിറ്റാറ്റുങ്കര വൈദ്യർ പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ സുഹൃത്തിനോട് വൈദ്യർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് 3-4 മാസം കൊണ്ട് അദ്ദേഹം നമ്മോട് വിട പറയുകയുണ്ടായി. ഞാൻ കൊണ്ടുപോയ സുഹൃത്ത്. അതിനുശേഷം ഞാൻ വൈദ്യരെ കണ്ടപ്പോൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ വൈദ്യർ പറഞ്ഞത്, ഒരാൾ അമിതമായി എന്ത് ചെയ്താലും, അമിതമായി അമൃതാണെങ്കിലും അമിതമായാൽ വിഷമാണെന്നൊരു ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ലാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. സാധാരണ മദ്യപാനികൾ പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാറുണ്ട്.
അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കറക്ഷൻ വരുത്താറുണ്ട്. അത് അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇത്ര പ്രായം കുറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം നമ്മെ വിട്ടുപോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം വർഷങ്ങളോളം ഈ പറയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ചികിത്സകൾ പലർക്കും നടത്തുന്നതും ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സകൾ നടത്തുന്നതും പലതരത്തിലുള്ള സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങൾ, പലതരത്തിലുള്ള ലേഖനങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ട് അദ്ദേഹം കേരളീയ ജീവിതത്തിൽ അല്ലെങ്കിൽ മലയാളി ജീവിതത്തിൽ ഏറ്റവും സംഭാവന നൽകിയ ഈ പാരമ്പര്യ വൈദ്യന്മാരിൽ ഒരാളാണ് ചിറ്റാറ്റുങ്കര വൈദ്യർ. അദ്ദേഹവുമായി ഞാൻ ചില വ്യക്തിപരമായ നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർത്തെടുക്കാനുണ്ട്. കാരണം അദ്ദേഹം നമ്മൾ നടത്തുന്ന കായിക ശ്രമങ്ങൾ, ഇപ്പോൾ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കുക, അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം തന്നെ ധാരാളം കഴിക്കുക, വെള്ളം കുടിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അമിതമായി വെള്ളം കുടിക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതല്ല എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ചൊല്ല്, അധികമായാൽ അമൃതും വിഷമാണ്. അദ്ദേഹം ഏതാണ്ട് 80-ലേറെ വയസ്സ് വരെ അദ്ദേഹം വളരെ സജീവമായി തന്നെ ചികിത്സ നടത്തുകയും നമുക്കിടയിൽ ജീവിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ചിറ്റാറ്റുങ്കര PTPക്ക് അടുത്ത് ചിറ്റാറ്റുങ്കര വൈദ്യശാല നടത്തിയിരുന്നു. കേശവാസപുരത്ത് അദ്ദേഹം വൈദ്യശാല നടത്തിയിരുന്നു. അവിടെ എത്തിയിട്ടുള്ള കേരളത്തിലെ പ്രശസ്തരായ നിരവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചികിത്സ നിശ്ചയിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും മാനദണ്ഡമാക്കുന്നത് പാരമ്പര്യമായി അവർക്ക് എന്തൊക്കെ രോഗങ്ങൾ അവരുടെ പാരമ്പര്യമായിട്ട് അവർക്കുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണശീലം എന്താണ്, അവരുടെ ജീവിതശൈലി എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമുള്ള ചികിത്സയാണ് അദ്ദേഹം പലപ്പോഴും വിധിച്ചിരുന്നത്. അത് അനുസരിച്ച് മുന്നോട്ട് പോയവർക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പാരമ്പര്യ ചികിത്സ അദ്ദേഹം ഏറ്റവും ഭംഗിയായി ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് അതേപോലെ തന്നെ അതിൻ്റെ തുടർച്ച ഉണ്ടായില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ വർഷങ്ങളിലെ ചികിത്സ ഏതാണ്ട് 50 വർഷത്തിലേറെ അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ പാരമ്പര്യ വൈദ്യത്തിൻ്റെ വഴിയിൽ ചികിത്സ നടത്തി വളരെ ഏകാഗിയായി ജീവിച്ചു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സാ രീതികളും അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം വ്യക്തിപരമായി ചില ചെറിയ യാത്രകൾ നടത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആയുർവേദ വിധിപ്രകാരം ചികിത്സ നടത്തുകയും നമ്മുടെ പരമ്പരാഗത ചികിത്സാ രീതികൾ പിന്തുടരുകയും ചെയ്യുന്നതിലൂടെ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് നൽകിയ സംഭാവന വലുതാണ്. പക്ഷേ ആ തരത്തിൽ അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആദരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞില്ല. പലപ്പോഴും അദ്ദേഹം വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള, വളരെ വിവാദം നിറഞ്ഞ പലതരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം പല സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ശരിക്കും നമ്മുടെ ഓരോ ദേശത്തിൻ്റെയും ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ പ്രകൃതിയുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ പലപ്പോഴും പല ആരോഗ്യ പ്രശ്നങ്ങളും ജീവിതശൈലിയുടെ കറക്ഷനിലൂടെ നടത്താൻ കഴിയും എന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. എന്ന് മാത്രമല്ല, ഭക്ഷണത്തെക്കുറിച്ച് ഒരു ആപ്പിൾ കഴിച്ചാൽ നിങ്ങൾ മറ്റൊന്നും പേടിക്കേണ്ട, നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ വിദേശത്തുള്ള പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കഴിച്ചാൽ, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ, ഇതേക്കുറിച്ചൊക്കെ പലപ്പോഴും പല ആരോഗ്യ മാസികകളിലെയും ലേഖനങ്ങൾ കാണുമ്പോൾ വൈദ്യർ പറയാറുള്ള ഒരു കാര്യം, നിങ്ങളൊരാൾ ജനിക്കുന്നതിന് ചുറ്റുവട്ടത്ത് നിങ്ങൾക്കുള്ള ഭക്ഷണവും പ്രകൃതി ഒരുക്കിയിട്ടുണ്ടാവും. ആ ഭക്ഷണം നിങ്ങൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അത് പലപ്പോഴും നമുക്ക് എത്രമാത്രം സാധിച്ചു എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. പലപ്പോഴും ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞിരുന്ന പല ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സാവിധികളും പൂർണ്ണാർത്ഥത്തിൽ പിന്തുടരാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഇന്ന് അദ്ദേഹം നമ്മോട് യാത്ര പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഈ ആയുർവേദ ചികിത്സയ്ക്ക് നൽകിയ സംഭാവനകളും അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളും വളരെ വിലപ്പെട്ടതായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാലത്തും വളരെ അമൂല്യമായി സൂക്ഷിക്കേണ്ട ഒരു പാരമ്പര്യ ചികിത്സാ വിധി തന്നെയായിരുന്നു.